ദൈവസന്നിധിയിലായിരിക്കാം. യേശുവേ രക്ഷക, ധ്യാനത്തോടെ പ്രിയനേ യേശുവേ രക്ഷക, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യുക എന്നെ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യുക എന്നെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം, വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ കണ്ണുകൾ എൻ കണ്ണുകൾ കാതുകൾ ബന്ധങ്ങൾ എൻ കണ്ണുകൾ കാതുകൾ ബന്ധങ്ങൾ വെണ്മയായി തീരട്ടെ എന്റേതാമെല്ലാം, വെണ്മയായി തീരട്ടെ
എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. 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 എത്ര അനുഗ്രഹീതമായ പാട്ടാണ് നാം പാടുവാനിടയായത്. എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ ചിന്തകളും എൻ്റെ മനസ്സിലെ ധ്യാനങ്ങളും ഒക്കെ കർത്താവിന് പ്രസാദകരമായി തീരണമേ. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാമോ? നിൻ കൈകൾ എൻ്റെ മേൽ വയ്ക്കണം. ഈ വാസ പ്രാർത്ഥനയിലെ ചിന്ത, നിന്റെ സ്പർശനമുണ്ടാകണം, ദൈവത്തിൻ്റെ തൊടിയിലുണ്ടാകണം. ഇന്ന് പകൽ കർത്താവ് വന്നിട്ടുണ്ട് നമ്മെ സ്പർശിക്കുവാനായിട്ട്. കർത്താവിൻ്റെ തൊടിയിൽ ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടാ? ഓ കർത്താവ് എന്നെ ഒന്ന് തൊടണം, എന്നെ തൊട്ട് ബലപ്പെടുത്തണം. ഞാനിങ്ങനെ ദാനിയേൽ പ്രവചനത്തിലൂടെ അർപ്പിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ പുരുഷനായ ദാനിയേലേ, 2 പ്രാവശ്യം എടുത്തോർപ്പിച്ച ഒരു പദം, നീ ബലപ്പെട്ടിരിക്ക, ബലപ്പെട്ടിരിക്ക. ഈ ആരാധനയിൽ നമുക്ക് ബലത്തോടെ മടങ്ങണം. ഈ ആരാധനയിൽ ശക്തിയോടെ മടങ്ങണം. ഒട്ടും വകിയാതെ നിലത്ത് വീണ് കിടക്കുന്ന, ഭാരപ്പെട്ട് കിടക്കുന്ന ദാനിയേലിനോട് പറയാനുണ്ടാകുന്ന വാക്കിങ്ങനെയാണ്: ഓ നീ ബലപ്പെട്ടിരിക്ക, നീ ബലപ്പെട്ടിരിക്ക. 2 തവണ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ ആ പദത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആരാധനയിൽ ഞാൻ ആ പദം കൈമാറുന്നു. ബലപ്പെട്ടിരിക്ക, ബലപ്പെട്ടിരിക്ക. എത്ര പേര് എന്നോട് ചേർന്ന് പകൽ പറയും? ബലപ്പെട്ടിരിക്ക, ബലപ്പെട്ടിരിക്ക. ആകയാൽ ദൈവസഭയെ, കുടുംബങ്ങളെ നമുക്ക് ഒരുമിച്ച് ബലപ്പെടാം, ശക്തിപ്പെടാം, പാടുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. കർത്താവിന്റെ കൈ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മെ ശുദ്ധമാക്ക, നമ്മെ തൊടുക, നമ്മുടെ നാവിനെ തൊടുക, നമ്മുടെ അതരത്തെ തൊടുക, നമ്മുടെ ചെവിയെ തൊടുക, കണ്ണിനെ തൊടുക, ശരീരത്തെ മുഴുവനായി തൊടുക. അശുദ്ധിയെ നീക്കുവാൻ
യേശു അടുത്തതെന്ന് കുഷ്ഠരോഗിയോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവനെ തൊട്ടു, അവനെ ശുദ്ധമാക്കി എന്ന് തിരുവെഴുത്ത് കാണുന്നെങ്കിൽ ചിലരെ ഇന്ന് പകൽ തൊടണം. ചില ആന്തരിക അശുദ്ധികൾ മാറണം ഇന്ന് പകൽ. പുറമെയുള്ള അതേ രോഗങ്ങളെ മാറണം, ആന്തരിക അശുദ്ധികളെ മാറണം. വിശ്വസിച്ച് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുക. ഒരുമിച്ച് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇവിടെ വെളിപ്പെടട്ടെ. കർത്താവിന്റെ കൈ അനുകൂലമായി ചലിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം. നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. നിന്തിരുമേനി അറുക്കപ്പെട്ടു, രുധിരത്തിൻ വിലയാൽ വാങ്ങിയതാം. നിന്തിരുമേനി അറുക്കപ്പെട്ടു, രുധിരത്തിൻ വിലയാൽ വാങ്ങിയതാം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട്, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. പാപത്തിനധീനതയിൽ നിന്നീ അടിയാനെ നീ വിടുവിച്ചു. പാപത്തിനധീനതയിൽ നിന്നീ അടിയാനെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളി രക്ഷയിൻ മഹിമയ്ക്ക കിരീടങ്ങൾ താഴെയിട്ടും. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോം, അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. യേശു തൻ വേഗം വരുന്നതിനാൽ
ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. പാപത്തിനതിൽ നിന്നീ അടിയാനെ നീ വിടുവിച്ചു. പാപത്തിനതിനതയിൽ നിന്നീ അടിയാനെ നീ വിടുവിച്ചു. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. അത്ഭുതമാർന്നൊളിയിൽ പ്രിയനോട് രാജ്യത്തിലാക്കിയതാ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളി രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടു. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൽ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. യേശു തൻ വേഗം വരുന്നതിനാൽ മുഴങ്കാൽ മടക്കി നമസ്കരിക്കാം. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളകിലേ. സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളകിലേ. നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളകിലേ. സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ നാം ആനന്ദ നാളകിലേ. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. മാധുര്യരാഗമ ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിയിടാം. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. വീഴുന്നു പ്രിയനെ വാഴ്ത്തിടുവാൻ സിംഹാസനവാസികളും താൻ. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടു. ആയവനരുളിയ രക്ഷയിൻ മഹിമയ്ക്ക് കിരീടങ്ങൾ താഴെയിട്ടും. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ. അതിനു
ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോ 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 ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട് ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജാതികൾ സർവവും ചേർത്തുകൊണ്ട് അത്ഭുത മാതുളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ അത്ഭുത മാതുളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ അത്ഭുത മാതുളിയിൽ പ്രിയനോടെ രാജ്യത്തിലാക്കിയതാ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുവോ ആനന്ദ നാളതിലേ 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 സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ 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 സ്തുതിച്ചിടാം വെള്ളത്തിനിരച്ചിപ്പോ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ
ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം. സ്തുതികളോട് സ്തോത്രത്തോട് മഹത്വത്തോട് കർത്താവിന്റെ നാമത്തിന് സ്തുതികൾ കൊടുത്ത് അന്യഭാഷകളിൽ പാടാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ സ്തുതിക്കട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. സ്തോത്രയാഗം അർപ്പിക്കാൻ കൊതിക്കുന്നവരെ സ്തോത്രയാഗം അർപ്പിക്കട്ടെ. സ്തുതികൾ ഉയർത്തട്ടെ. സ്തോത്രയാഗം അർപ്പിക്കട്ടെ. ശക്തിയോട് ജീവനദലേ Ibala Santana Rabalaba. Oh, hallelujah. Hallelujah. Ratana Radana Dele. Rebe. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, hallelujah. Thank you, Lord. Thank you, Jesus. Thank you, Jesus. ദൈവ കുഞ്ഞാടവൻ യോഗ്യൻ. ഈ പകൽ എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവ് യോഗ്യനാണ്. ഓ ശിമനദിരി ബലദലാദിഗിരി ഗലഗലഗ ശംനനി, ഓ ശമനദി ബലതിബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ,
ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. സ്തുതിയും സ്തോത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക്, ആരാധന അങ്ങേക്ക്. നാം ഇങ്ങനെ പാടിയല്ലോ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ സകലതും ചേർന്നുകൊണ്ട് പാടാൻ പോവുകയാണ്. അതിങ്ങനെ പാടുന്നത്, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. നാം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തു. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും? കർത്താവ് യോഗ്യനാണ്, കർത്താവ് യോഗ്യനാണ്. യേശു താൻ വേഗം വരുന്നു. ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? യേശു താൻ വേഗം വരുന്നു. വിശ്വസിച്ച് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ പാടി സ്തുതിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇങ്ങനെ മുഖാന്തരങ്ങളെ ഒരുക്കുന്നില്ല. പ്രാർത്ഥനയിൽ തുടർമാനമായി ഓർപ്പിച്ച ഒരു ചിന്ത കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ശബ്ദം ഈ ഹാളിലും സോഷ്യൽ മീഡിയയിലും വിവിധ മാധ്യമങ്ങളിലുമൊക്കെ ഈ ശബ്ദം ശ്രവിക്കുമ്പോൾ ശ്രോതാക്കളായിരിക്കുന്ന അനുഗ്രഹീതരും ബഹുമാന്യരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ വചനചിന്ത പ്രവാചകനായ ആമോസിന്റെ പുസ്തകത്തിൽ നിന്നാണ് തുടർമാനമായ ചിന്തകൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് പകൽ തുടർചിന്ത എന്നോണം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും അതിൻ്റെ 9-ാമത്തെ അധ്യായം, ആമോസിന്റെ പ്രവചനം അതിൻ്റെ 9-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ ഇവിടെ പരസ്യമായി വായിക്കുമല്ലോ. കഴിയുമെങ്കിൽ മൈക്കിലൂടെ വായിച്ച് സഹായിക്കുമല്ലോ. കുഞ്ഞുങ്ങൾക്കും വായിക്കാം. ദൈവം സഹായിക്കട്ടെ. ആമോസ് പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം അതിൻ്റെ 5-6 തിരുവെഴുത്തുകൾ വേഗത്തിൽ വായിച്ചാട്ടെ. സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും. അത് മുഴുവനും നീല നദി പോലെ പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും. അവൻ ആകാശത്തിൽ തന്റെ മാളികമുറികളെ പണിയുകയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യും. അടുത്തത് യഹോവ എന്നാകുന്നു അവന്റെ നാമം. ഈ വചനങ്ങൾക്കായി കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തി അല്പസമയം സ്തോത്രം പറഞ്ഞാട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടുവാൻ ഇടയാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വം, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി അത് വെളിപ്പെടുവാനായിട്ടിടയായി തീരട്ടെ. വചനം ഇവിടെ വായിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു. ആ വചന ചിന്തകളിലൂടെ തുടർമാനമായി ആത്മീക ദൂതുകൾ കൈമാറിക്കൊണ്ടിരിക്കും. സമാപന ദൂതനായി ഞാൻ 2 വാക്യങ്ങൾ വായിപ്പിച്ചെങ്കിലും
അത് എല്ലാ ഭാഗവും പറയുവാൻ കഴിയത്തില്ല. ഏറ്റവും കാതലായ വിഷയങ്ങളെ ഓർപ്പിക്കാം. ഈ പകലില് നമ്മുടെ ചിന്ത നമ്മുടെ കർത്താവ് തൊടുന്ന ദൈവമാണ്. നമ്മുടെ കർത്താവ് നമ്മെ തൊടുന്ന ദൈവമാണ്. ദൈവത്തിന്റെ തൊടിയിൽ കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ച ദൈവമക്കളാണ് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും. ഒരു നിലയിലല്ലെങ്കിൽ മറ്റൊരു നിലയിൽ കർത്താവിന്റെ സ്പർശനം, കർത്താവിന്റെ തൊടിയിൽ ദൈവത്തിന്റെ മക്കൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ പകലിലും കർത്താവിന്റെ ഒരു സ്പർശനം കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കരങ്ങളെ ഉയർത്തി പറയാമോ? കർത്താവേ, എന്നെ ഒന്ന് തൊടണം, എന്നെ ഒന്ന് തൊടണം. വചനം പറയുന്നത് ഇങ്ങനെയാണ്: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ദേശത്തെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു. ഈ പകലിൽ കർത്താവ് എവിടെ തൊട്ടോ അത് ഉരുകി മാറും. കർത്താവ് ദേശത്തെ തൊട്ടാൽ ദേശത്തെ പൈശാചിക തന്ത്രങ്ങൾ ഉരുകി മാറും. കർത്താവ് ദേശത്തെ സ്പർശിച്ചാൽ ദേശത്ത് അത്ഭുതങ്ങൾ സംഭവിപ്പാനിടയായി തീരും. കർത്താവ് വ്യക്തികളെ സ്പർശിച്ചാൽ വ്യക്തികളിൽ വിടുതലുകൾ വെളിപ്പെടുവാൻ ഇടയാകും. കർത്താവ് ഹൃദയങ്ങളെ സ്പർശിച്ചാൽ ഹൃദയത്തിൽ വിടുതൽ വെളിപ്പാൻ ഇടയായി തീരും. കർത്താവ് ചെവിയെ സ്പർശിച്ചാൽ ചെവിയിൽ വിടുതൽ അനുഭവിപ്പാൻ ഇടയാവും. കർത്താവ് കണ്ണിനെ സ്പർശിച്ചാൽ കണ്ണിനകത്ത് വിടുതൽ അനുഭവിപ്പാൻ ഇടയായും. കർത്താവ് അധരത്തെ തൊട്ടാൽ അധരത്തിന് ശുദ്ധീകരണം വെളിപ്പെടുവാൻ ഇടയായി തീരും. കാലിനെ തൊട്ടാൽ കാലിന് വിടുതലായി വെളിപ്പെടും. അല്ല, കർത്താവ് തൊട്ടാൽ മുഴു ശരീരത്തിലും വിടുതലാണ്. കർത്താവ് ഇവിടെ തൊട്ടാൽ വോളിയിൽ വിടുതൽ നടക്കൂ. കർത്താവ് ഇവിടെ തൊട്ടാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടൂ. വിശ്വസിച്ച് ഒന്ന് കരമടിച്ചാമേൻ പറയാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കട്ടെ. കർത്താവിന്റെ കരസ്പർശനം ആരംഭിക്കട്ടെ. നമ്മുടെ ദൈവം തൊടുന്ന ദൈവമാണ്. ദൈവത്തിന്റെ തൊടിയിൽ ദൈവത്തിന്റെ സ്പർശന ഓരോരുത്തരിലും, കുഞ്ഞുങ്ങളിൽ, സഹോദരിമാരിൽ, സഹോദരന്മാരിൽ, ഈ ശബ്ദം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. യേശു കർത്താവിന്റെ നാമത്തിൽ പല ചിന്തകൾ ഇവിടെ കൈമാറി. കർത്താവ് വായെ തൊടും. യിരെമ്യാവിനെയും ദാനിയേലിനെയും യെശയ്യാവിന്റെ ഒക്കെ വായെ തൊട്ടു. സ്തോത്രം. അതവർക്ക് ബലമായി, അതവർക്ക് ശുദ്ധീകരണമായി. അവരുടെ നാവിനെ തൊട്ടത് അനുഗ്രഹമായി തീർന്നു. ഒന്നാമത്തെ തൊടിയിൽ നാവിനാണ് ആവശ്യമായിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ സ്പർശനം നാവിനാണ്. കർത്താവ് നാവിനെ തൊട്ടാൽ അത് ശുദ്ധീകരിക്കപ്പെടും. യെശയ്യാ പ്രവാചകൻ അത് കണ്ടു. 6-ാം അധ്യായത്തിൽ കർത്താവ് നാക്കിനെ തൊട്ടു, അത് അനുഗ്രഹമായി. അത് നാവിന്റെ അശുദ്ധിയെ നീക്കുന്നു, ശക്തമായ പ്രവചനത്തിലേക്ക് നടത്തുന്നു, സ്വയം കുറവുകളെ കണ്ടെത്തുന്നു. അയ്യോ, ഞാൻ നശിച്ചു. ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പോൾ ജനത്തിന്റെ എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. സാറാബുകളിൽ ഒരുത്തൻ, ഒരു തീക്കനൽ എന്റെ നാവിന്റെ മേൽ എന്റെ വായിക്ക് തൊടുവിച്ചു എന്ന് പറഞ്ഞ് എന്റെ വായെ തൊട്ടു. എന്റെ വായെ തൊട്ടു. കർത്താവ് തൊട്ടാൽ, വായിക്കകത്ത് തൊട്ടാൽ സകല മേഖലയിലും വിടുതല. കാരണം പലപ്പോഴും ചെവി കൊണ്ട് കേട്ടിട്ട് ഇത് പുറത്തോട്ട് വരുന്ന ഇതിലെയാ, വായിലൂടെയാണ്. അതുകൊണ്ട് വായിക്കൊരു തൊടിയിൽ ആവശ്യമാണ്, സ്പർശനം ആവശ്യമാണ്. നാവിനൊരു തൊടിയിൽ ആവശ്യമാണ്. കഴിഞ്ഞ പകൽ വൈകിട്ടൊക്കെ ഓർപ്പിച്ച വിഷയം, കർത്താവ് ചെവിയെ തൊട്ടു. ചെകിടനും ഊമനുമായ വ്യക്തി, മർക്കോസ് സുവിശേഷം 7 നിന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. ചെകിടനും ഊമനുമായ വ്യക്തി വാ തുറന്നിട്ടില്ല, ഇന്നുവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ കർത്താവ് തൊട്ടു. ഇങ്ങനെ പറഞ്ഞു, യഫത, തുറന്ന് വരിക, തുറന്നു വരിക. കർത്താവ് തൊട്ടാൽ തുറന്നു വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവ് തൊട്ടാൽ തുറന്നു വരുമെന്ന് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്?
അടഞ്ഞത് കർത്താവ് തൊട്ടാൽ തുറക്കും. അടഞ്ഞ ചെവിയെ തുറക്കും. അടഞ്ഞ നാവിനെ തുറക്കും. തുറന്നു വരിക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ശരീരത്തിൽ മുഴുവൻ കർത്താവ് തൊടും. ആദരത്തെ തൊടും. ഇന്ന് പകൽ കാല് സംബന്ധമായ വിഷയങ്ങളിൽ പ്രാർത്ഥന ചോദിപ്പാനിടയായി. എന്നൊരു ദൂത് കൈമാറി പ്രാർത്ഥിക്കാം. വിളിച്ചു പറയാം. കർത്താവിന്റെ തൊടിയിൽ കാലേലും ഉണ്ടാകും. മുൻപോട്ട് പോകാൻ കഴിയാതിരിക്കുമ്പോൾ യാക്കോബിനെ ദൈവമൊന്ന് തൊട്ടു. എല്ലാം അക്കരെ കടത്തി, സകലതും അക്കരെ കടത്തിയിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒറ്റയ്ക്കെന്ന് പ്രാർത്ഥിക്കുന്നു, ഒറ്റയ്ക്കെന്ന് മല്ലുപിടിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 32:25 വചനം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. മല്ല് പിടിച്ചതിന് പ്രതിഫലം വന്നുകൊണ്ട് തുടയുടെ തടം ഇതാ ഒരു പുരുഷൻ തൊടുന്നു. ദൈവം അയക്കപ്പെട്ട ഒരു പുരുഷന്റെ തൊടിയിൽ അത് മുൻപോട്ടുള്ള യാത്രയ്ക്കും തന്റെ സ്ഥിതി മാറ്റുന്നതിനും അനുഗ്രഹമായി തീർന്നു. അങ്ങനെയെങ്കിൽ കാലിലൊരു തൊടിയിൽ മുൻപോട്ട് ഓടാൻ, കാലിലൊരു തൊടിയിൽ മുൻപോട്ട് പോകാൻ, മുൻപോട്ടൊന്ന് കുതിക്കാൻ യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് പോലെ കാലാളുകളോട് ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ 12:5 പറഞ്ഞു നീ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും. പ്രിയരെ, നാം കുതിരകളോട് മത്സരിച്ചോടേണ്ടവരാണ്. ഈ പകലൊരു കുതിപ്പ് ആവശ്യമാണ്. യാക്കോബേ, അക്കരെ കടക്കാൻ പോവുക, ഏശാവിനെ ഫേസ് ചെയ്യാൻ പോവുക, നിന്റെ പേര് മാറാൻ പോവുക. പേര് മാറണമെങ്കിൽ ഒരു തൊടിയിൽ ആവശ്യമാണ്. പേര് മാറണമെങ്കിൽ ഒരു തൊടിയിൽ ആവശ്യമാണ്. വിശ്വസിച്ച് ആമേൻ പറയാമോ? ഇന്ന് പകൽ പേരുകൾ മാറണമെങ്കിൽ ഒരു തൊടിയിൽ ആവശ്യമാണ്. കർത്താവ് തൊട്ട പേര് മാറും. കർത്താവ് തൊട്ടാൽ അഡ്രസ് മാറും. എന്താ അഡ്രസ് മാറിയത്? തൊട്ട് കഴിഞ്ഞപ്പോൾ അഡ്രസ്സിനൊരു മാറ്റം. നീ ആരാ? നീ യാക്കോബ് അല്ല, പിന്നെ നീ ഇസ്രായേലാണ്. നീ ഒരു നേഷനാകാൻ പോവുകയാണ്. നീ ഒരു രാജ്യമാകാൻ പോവുകയാണ്. നിന്നിലൂടെ തുടങ്ങാൻ പോവുകയാണ് മാറ്റം. അങ്ങനെങ്കിൽ ദൈവം തൊട്ടാൽ സാഹചര്യം മുഴുവൻ മാറും. ദൈവം തൊട്ടാൽ പ്രതിസന്ധി മുഴുവൻ മാറും. വിശ്വസിച്ചാമേൻ പറയാൻ കഴിയുമോ? എന്റെ കർത്താവ് തൊട്ടാൽ സാഹചര്യം മാറും. ചില കുടുംബങ്ങളോട് ഞാൻ പ്രവചനാത്മാവിൽ പറയുകയാണ്, കർത്താവിന്റെ തൊടിയിൽ കുടുംബങ്ങളിൽ വന്നാൽ സ്ഥിതികൾ മാറാൻ തുടങ്ങും. പ്രാർത്ഥിച്ചു, എൻ്റെ കുടുംബത്തെ ഒന്ന് തൊടണം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊടണം, എൻ്റെ ജീവിതത്തെ ഒന്ന് തൊടണം. ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? യാക്കോബിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ സാഹചര്യം മാറുന്നു, അവസ്ഥകൾ മാറുന്നു. ആമേ, ഏശാവിന്റെ മുഖഭാവങ്ങൾ അനുകൂലമായിട്ട് വരുന്നു, പ്രതിസന്ധികൾ മാറുന്നു, നേഷനായി തീരുന്നു, പേരുകൾ മാറുന്നു. ചില പേരുകൾ മാറട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. കർത്താവ് തൊട്ടാൽ അത്ഭുതമാണ്. ഉരുകിപ്പോകും. ഏശാവിന്റെ ശക്തികൾ ഉരുകിപ്പോകും. ചുവപ്പിന്റെ ശക്തികൾ ഉരുകിപ്പോകും. ഏദോമ്യ ശക്തികൾ ഉരുകിപ്പോകും. എന്ന് പറഞ്ഞാൽ കർത്താവ് തൊട്ടാൽ മുൻപിൽ നിൽക്കുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം തൊടുന്നവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. മുൻപോട്ട് കുതിക്കാൻ ഒരു തൊടിയിലിനായി എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് പകൽ എനിക്കൊന്ന് മുൻപോട്ട് കുതിക്കണം. ഒരു തൊടിയിൽ ഇന്ന് ആവശ്യമാണ്. പ്രാർത്ഥിച്ചു, നിന്റെ കാലുകൾക്കൊരു തൊടിയില്, കൈക്കൊരു തൊടിയില്, അതരത്തിനൊരു തൊടിയില്, അതെ, കണ്ണുകൾക്കൊരു തൊടിയില്, വായ്ക്കകത്തൊരു തൊടിയില് ഇന്ന് പകൽ ആവശ്യമാണ്. ആവശ്യമാണ്. കർത്താവ് തൊടുമ്പോൾ വായ്ക്കകത്ത് അതെ ശുദ്ധീകരണം നടക്കൂ. കർത്താവ് തൊടുമ്പോൾ തുറക്കാത്തത് തുറന്നു വരൂ. വെളിപ്പെടും. ദൈവത്തെ സ്തുതിക്കാമോ? കർത്താവിനെ മഹത്വപ്പെടുത്താമോ? വചനം റിസീവ് ചെയ്താൽ അത് അനുഗ്രഹമാണ്. തുറന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? തുറന്നു വരണം, തുറന്നു വരണം. വിശ്വസിച്ച് ആമേൻ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? വചനം ഞാനിവിടെ കൽപ്പിക്കുന്നു.
അത് ഏറ്റെടുത്താൽ തുറന്നു വരും. കർത്താവ് തൊടും. അവൻ ഭൂമിയെ തൊടും, അവൻ കണ്ണിനെ തൊടും, നാവിനെ തൊടും, കാതിനെ തൊടും, ശരീരത്തെ തൊടും. തൊട്ട് കഴിയുമ്പോൾ വിടുതലാണ്, തൊട്ട് കഴിയുമ്പോൾ ദൈവപ്രവൃത്തിയാണ്, തൊട്ട് കഴിയുമ്പോൾ ശുദ്ധീകരണമാണ്. ശിബര ഹലക അന്തര വൈഡവ ചൂട വല. ഒരു ശുദ്ധീകരണം നടക്കട്ടെ. കർത്താവ് നാവിനെ തൊടട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചു. വന്നത് വെറുതെയല്ല. കർത്താവിന്റെ സ്പർശനം, ദൈവത്തിന്റെ തൊടിയിൽ യേശു കർത്താവിന്റെ നാമത്തെ കുഞ്ഞുങ്ങളുടെ മേലെ ഒരു സ്പർശനം, പേരുമാറുന്ന സ്പർശനം, പേര് മാറ്റുന്ന സ്പർശനം, പേര് മാറ്റുന്ന സ്പർശനം. അത് വെളിപ്പെടട്ടെ. അവസ്ഥ മാറ്റുന്ന സ്പർശനം. തലമുറകളുടെ പേരിനോട് കൂടെ മറ്റു പേരുകൾ വരട്ടെ, സ്ഥാന പേരുകൾ വരട്ടെ. ഉടമലഘടക ശേവല്യ യേശുവിന്റെ നാമത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നമ്മുടെ കർത്താവ് തൊടുന്ന ദൈവമാണ്. വചനം പറയുന്നു ദേശത്തെ തൊടും. ആമോസ് പ്രവാചകൻ അത് വിളിച്ചു പറഞ്ഞു. 9:5 പറഞ്ഞത്, ദേശത്തെ തൊടുന്നു, അധരങ്ങളെ തൊടും. കർത്താവ് തൊട്ടാൽ തുറന്നു വരും, എഫഥയായിട്ട് വരും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. കർത്താവ് തൊട്ടാൽ പേര് മാറും. യാക്കോബിന്റെ തുടയുടെ തടം തൊടുക മാത്രമല്ല ചെയ്തത്, മുൻപോട്ട് പോകാനുള്ള കുതിപ്പിന് തന്റെ പേരിന് മാറ്റം വന്നു. ശത്രു അനുകൂലമായിട്ട് മാറി. കർത്താവ് തൊട്ടാൽ ശത്രു അനുകൂലമാകും. കർത്താവ് തൊട്ടാൽ പേര് മാറും. ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, തലമുറയെ നിങ്ങളുടെ പേര് മാറ്റാൻ ദൈവത്തിന് കഴിയും. കർത്താവ് നിങ്ങളെ തൊട്ടാൽ നിങ്ങളുടെ പേരിനോടുകൂടെ സ്ഥാനപ്പേര് വരും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരിനോടുകൂടെ സ്ഥാനപ്പേര്, പ്രൊഫസർ എന്നോ ഡോക്ടർ എന്നോ ഉള്ള സ്ഥാനപ്പേര് വരും. കർത്താവിന്റെ സ്പർശനത്തിന് പ്രാർത്ഥിച്ചോ, നിന്റെ പേര് മാറ്റുവാൻ ദൈവമതിയായവൻ. കർത്താവ് തൊട്ടാൽ പേര് മാറും. കർത്താവ് തൊട്ടാൽ ബലഹീനത മാറും. കർത്താവ് തൊട്ടാൽ ക്ഷീണം മാറും. കർത്താവ് തൊട്ടാൽ അത്ഭുതം സംഭവിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിന്റെ സ്പർശനം ഒളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മാവിൽ റിസീവ് ചെയ്യട്ടെ. ദൈവിക സ്പർശനം, ദൈവിക സ്പർശനം, ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ. ചൂടബല ധിരബല ബരബല ദിഗിനബരബല ഘടകസി ജീവ രബ ലബ റിബല ബരബല ഘടകസി യേശുവിന്റെ നാമത്തെ ഹുഡബല ബരബല ഘടകസി. ദൈവം തൊടുമെന്നുറപ്പുള്ള എത്ര പേരുണ്ട്? ദൈവം തൊടുമെന്നുറപ്പുള്ള എത്ര പേരുണ്ട്? എന്റെ കുടുംബത്തെ തൊടാൻ ദൈവം മതിയാവെന്ന്, പ്രശ്നത്തെ തൊടാൻ മതിയെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശു കർത്താവിന്റെ നാമത്തെ 104 സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞ, അവൻ മലകളെ തൊടുന്നു, മലകളെ തൊടുന്നു. യെസ്, അർത്ഥം ഇങ്ങനെയാണ്. കർത്താവ് തൊട്ടാൽ ഉരുകിപ്പോകാത്തതൊന്നുമില്ല. കർത്താവ് തൊട്ടാൽ മാറിപ്പോകാത്തതൊന്നുമില്ല. സങ്കീർത്തനം 104:32 പറഞ്ഞത് അങ്ങനെ. അവൻ മലകളെ, അർത്ഥം മല പോലെയുള്ള പ്രതിസന്ധികളെ കർത്താവ് തൊടും. എത്ര വലിയ മലയാണേലും കർത്താവ് തൊടും. ഒരു സ്തോത്രം പറയാമോ? മലകൾ മാറിപ്പോകും എന്ന് പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയം നീങ്ങിപ്പോകും. അത് സർക്കാർ തന്നെ മാറ്റിത്തരും. അത് നീങ്ങിപ്പോകും, അത് മാറിപ്പോകും.
മലകളെ തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു, അത് പുകയാണ്. കർത്താവ് എവിടെ തൊട്ട് ഒരു പ്രശ്നത്തെ തൊട്ടാൽ അത് മാറിപ്പോകും. എൻ്റെ യേശു തൊട്ടാൽ മാറാത്തതൊന്നുമില്ല. വിശ്വസിക്കാമോ? യേശു തൊട്ടാൽ മാറാത്തതൊന്നുമില്ല. യേശു തൊട്ടാൽ നീങ്ങാത്ത പ്രശ്നങ്ങളില്ല. ഞാൻ പറഞ്ഞു, വായെ തൊടും, അതരത്തെ തൊടും. ഒരു തൊടിയിൽ അനുഭവിച്ച എത്ര പേരുണ്ട്? ചെവിയെ തൊടും, ചെവിയെ തൊടും. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. നാളുകളായി ചെവിയിൽ കേട്ടിട്ട് അതിലൂടെ വന്ന് വായിക്കകത്തൂടെ അത് പാപമായി വെളിപ്പെടുന്നെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ്. അകത്തേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്ന, പിന്നെയോ അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരൊറ്റ നാവ് അശുദ്ധരാകരുത്. ദൈവഗതമല്ലാത്തത് പറയരുത്. ദൈവഗതമല്ലാത്തത് നാക്കേന്ന് വരരുത്. ഈ പകലൊരു സ്പർശനത്തിന് പ്രാർത്ഥിച്ചോ. ദൈവഗതമല്ലാത്ത കേൾക്കരുത്, സ്പർശനത്തിന് പ്രാർത്ഥിച്ചു. അവൻ കണ്ണിനെ തൊടുന്നു. ഞാൻ ഇന്ന് അവൾ ആവർത്തിക്കുന്നില്ല. കർത്താവ് കണ്ണിനെ തൊടുന്ന ദൈവമാണ്. വേണ്ടാത്തത് കാണാതിരിക്കാൻ കർത്താവ് എൻ്റെ കണ്ണിനെ ഒന്ന് തൊടണം. വേണ്ടാത്തത് കാണാതിരിപ്പ എൻ്റെ കണ്ണുകൾക്കൊരു നിയമം ചെയ്യണം. അയ്യോ പറഞ്ഞതുപോലെ കണ്ണിനോട് ഞാൻ നിയമം ചെയ്തിരിക്കുകയാണ്. കണ്ണിനോട് നിയമം ചെയ്യണം. എൻ്റെ കണ്ണിനെ തൊടണം. അതുകൊണ്ട് വേണ്ടാത്തത് നോക്കുവാൻ എനിക്ക് കഴിയത്തില്ല. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? എൻ്റെ കണ്ണിനൊരു നിയമം വേണം. എൻ്റെ കണ്ണിനെ ഒന്ന് തൊടണം, എൻ്റെ കാതിനെ തൊടണം, ഓ എൻ്റെ ശരീരത്തെ തൊടണം. ശരീരത്തിലല്ല, ആന്തരിക അവയവങ്ങളെ തൊടുവാൻ ദൈവം മതിയായവേ. ഒരു റൈസ് അതായത് രശ്മികൾ കടന്നു പോകുന്നത് പോലെ ദൈവശക്തി ആന്തരിക അവയവങ്ങളെ തൊടും. അകത്ത് സ്പർശനം വെളിപ്പെടും. അൾസർ സ്റ്റോപ്പ് ആകുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ കുടൽ രോഗങ്ങൾ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. തൊണ്ടയുടെ പ്രയാസങ്ങൾ അത് വഴിമാറുന്നു. കർത്താവ് തൊട്ടാൽ മാറാത്ത രോഗങ്ങളില്ല. കർത്താവ് തൊട്ടാൽ നീങ്ങാത്ത പ്രതിസന്ധികളില്ല. കർത്താവ് തൊട്ടാൽ തുറക്കാത്ത വഴികളില്ല. യേശു കർത്താവ് തൊടുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശു കർത്താവ് തൊടുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? യേശു കർത്താവ് എന്നെ തൊടുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും കർത്താവിന് തൊടാൻ കഴിയും. ഞാൻ പരമപ്രധാനമായൊരു ദൂത് കൈമാറുക. ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. കർത്താവ് സ്പർശിക്കുന്നു, കർത്താവ് സ്പർശിക്കുന്നു. ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു വചനം ഇങ്ങനെ ഞാൻ പറഞ്ഞു പോകാം. ലൂക്കോസ് 7:13 അവിടെ കാണുന്ന ഒരു പദം ഇങ്ങനുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അമ്മയ്ക്കിനിയും പ്രതീക്ഷയ്ക്ക് വകയില്ല. ഒരു തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നു. നീ ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി ഭാരപ്പെടുകയാണോ? ആ അമ്മയുടെ വേദന, അമ്മ കരയുന്നു, അമ്മ കണ്ണുനീരൊഴുക്കുന്നു, അമ്മ നിലവിളിക്കുന്നു. അമ്മയുടെ മുമ്പിൽ പ്രതീക്ഷ ഇല്ല. പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു പോയി. പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരമ്മ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും അമ്മമാര്, ഏതെങ്കിലും പിതാക്കന്മാർ പ്രതീക്ഷയില്ലാതിരിക്കുന്നെങ്കിൽ ഒരു ദൂത് കൈമാറാനുണ്ട്. തൊടുവാൻ ദൈവം മതിയായവൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരമ്മ, വിധവയായ ഒരമ്മ. എന്നാൽ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രതീക്ഷ ഇല്ലാതിരുന്ന സ്ഥാനത്ത് അപ്രതീക്ഷിതമായി യേശു കടന്നു വരുന്നു. യേശു കടന്നു വന്നിട്ട് ആ അമ്മയോട് പറയുന്നു, നീ കരയണ്ട, നീ കരയണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് ഇങ്ങനാണ്. യേശു മഞ്ചത്തെ തൊട്ടു. ജീവിതത്തിന്റെ അവസ്ഥകൾ മരിച്ചു കിടക്കുകയാണോ? മരിച്ചതിനെ തൊടുക എൻ്റെ യേശുവിന് കഴിയൂ. മരിച്ചതിനെ തൊട്ടാൽ പിന്നെ പറയുന്നത് ഇങ്ങനാണ്, മഞ്ചം തൊട്ടു, മഞ്ചം തൊട്ടു. മരിച്ചവൻ അതെ ചുമക്കുന്നവർ നിന്നിട്ട് മരിച്ചവൻ എഴുന്നേറ്റു, മരിച്ചവൻ എഴുന്നേറ്റു. ഈ ആരാധനയിൽ ദൈവം തൊട്ടാൽ നിന്റെ മരിച്ച വിഷയം എഴുന്നേക്കൂ. തലമുറയുടെ വിഷയം എഴുതി തള്ളിയോ? കുഞ്ഞിന്റെ വിഷയത്തിൽ ഭാരപ്പെടുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ കുഞ്ഞിനെ കർത്താവ് തൊടുന്നു. അതെ, മഞ്ചം പോലെ മരിച്ച അവസ്ഥയിൽ ഇരിക്കുമ്പോൾ മഞ്ചത്തെ തൊടുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. ആത്മാവിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്.
കർത്താവ് തൊടുന്നു, തലമുറയെ തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. വിശ്വസിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രിയരെ, പ്രതീക്ഷയ്ക്ക് വകയില്ലേ? നമുക്ക് ഈ ശബ്ദം പരിശുദ്ധാത്മാവിൽ ഞാൻ അങ്ങനെ കൈമാറട്ടെ. കർത്താവ് ഓർപ്പിക്കുന്ന ചിന്ത, പ്രതീക്ഷ അറ്റിരിക്കുക, പ്രതീക്ഷയ്ക്ക് വകയില്ല, പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ല. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ട അമ്മയുടെ അടുത്ത്, അവള് വിധവയാ, ഏകജാതന, യേശു അടുത്ത് എന്നെങ്കിൽ ആ പ്രശ്നത്തെ തൊടുവാൻ കർത്താവ് മതിയായവൻ. ഈ ശബ്ദം കേൾക്കുമ്പോൾ വിശ്വസിച്ചേറ്റെടുത്തോ. തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? അതേത് വിഷയവുമാകട്ടെ, നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ആത്മനിയോഗത്താൽ വിളിച്ചു പറയുന്ന ദൂത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല. യേശു വന്നിട്ടുണ്ട്. യേശു തൊട്ടാൽ ചുമക്കുന്നവർ നിൽക്കും. യേശു തൊട്ടാൽ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കും. അതെ, മരിച്ച ബാലനെ ഉയർപ്പിക്കുവാൻ യേശു മതിയായവനെങ്കിൽ ഒരു ദൂത് ഞാൻ കൈമാറുന്നു. പ്രതീക്ഷയില്ലാതിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ സ്പർശനം മതി. കർത്താവിൻ്റെ ഒരു സ്പർശനം മതി. അത് മഞ്ചത്തിലാണെങ്കിലും, അത് വഴിയരികിലാണെങ്കിലും, അത് മറ്റേത് സാഹചര്യത്തിലാണെങ്കിലും അവളുടെ ദൈവം തൊടും. പ്രതീക്ഷ അറ്റെടുത്ത യേശു തൊടുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത അങ്ങനാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് കാണുന്നിടത്ത് യേശു തൊടും, 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 തൊടും. വിശ്വസിച്ച് ആമേൻ പറയാമോ? എന്ന് പറഞ്ഞാൽ മരിച്ചു. ഇനി ആ വിഷയത്തിൽ പ്രതീക്ഷയില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയുയർത്തി പ്രാർത്ഥിച്ചു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ആത്മാവ് പറയുന്നു. പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ആത്മാവ് പറയുന്നു. തിരികെ പ്രാപിക്കാൻ വകയുണ്ടെന്ന് പറയുന്നു. അത് മാറിപ്പോകുമെന്ന് ആത്മാവ് പറയുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തൊടുവാൻ മതിയായവനിവിടെ വന്നിട്ടുണ്ട്. സൈന്യങ്ങളുടെ യഹോവ തൊടുന്നു. അവൻ ഭൂമിയെ തൊടുന്നു. അത് ഉരുകിപ്പോകുന്നു. ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് ഒരു ഉരുക്കം നടക്കുകയാണ്. ചില പ്രതികൂലങ്ങൾ ഉരുകി മാറുകയാണ്. ചില പ്രതിസന്ധികൾ ഉരുകി മാറുകയാണ്. കർത്താവ് തൊട്ടാൽ മാറാത്തതില്ല. കർത്താവ് സ്പർശിച്ചാൽ അതെ നിൽക്കാത്ത മഞ്ചങ്ങളില്ല. കർത്താവ് തൊട്ടാൽ മാറാത്ത രോഗങ്ങളില്ല. കർത്താവ് തൊട്ടാൽ സൗഖ്യമാകാത്ത രോഗങ്ങളില്ല. കർത്താവ് തൊട്ടാൽ പ്രതീക്ഷ അറ്റെടുത്ത് പ്രതീക്ഷ വയ്ക്കും. അമ്മയുടെ കണ്ണുനീരിനെ മാറ്റും. പ്രതീക്ഷയില്ലാത്ത അമ്മയുടെ കണ്ണുനീരിനെ കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് മഞ്ചത്തെ തൊട്ടവൻ ഇന്നും ജീവിക്കുന്നു. ചില വിഷയങ്ങളിൽ യേശു തൊടുന്നു. ചില കുടുംബങ്ങളിൽ യേശു തൊടുന്നു. ചില വ്യക്തികളിൽ യേശു തൊടുന്നു. പ്രതീക്ഷയില്ലാതിരിക്കുന്ന സ്ഥാനത്ത് മഞ്ചത്തെ തൊട്ടവൻ ഇന്ന് പകലും തൊടുന്നു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറയാമോ? കർത്താവ് തൊടുന്ന ദൈവം. നാം വായിച്ച കുറിവാക്യത്തിലും കർത്താവ് തൊടുന്നു. അവൻ ദേശത്തെ തൊടുന്ന ദൈവമാണ്. അടുത്തൊരു പൊതുദൂതൂടെ പറയാൻ പോവുക. കർത്താവ് ദേശത്തെ തൊടും. വിശ്വസിക്കാമോ? ദേശത്തെ തൊട്ട ദേശം ഉരുകും. കാരണം അവിടുന്ന് സർവശക്തനാണ്. അതാണ് ആമോസ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെയാണ്, കർത്താവ് ദേശത്തെ തൊടുന്നത് ഉരുകിപ്പോകുന്നു. അതിൽ പാർക്കുന്നവരൊക്കെയും വിലപിക്കും. അത് മുഴുവനും നീല നദി പോലെ പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും. വനാകാശത്തിൽ തന്റെ മാളികമുറികളെ പണികയും ഭൂമിയിൽ തന്റെ കമാനത്തിന് അടിസ്ഥാനമിടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. ഈ പ്രവചനം എഴുതിയത് ഭൂകമ്പത്തിന് 2 വർഷം മുൻപെന്നൊരു പദം 1-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, ഈ പ്രവചനം പറഞ്ഞു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് വലിയ ഭൂകമ്പം നടന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞതിനൊന്നും മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല.
കർത്താവ് തൊടും. നദിയെ തൊടും, ദേശത്തെ തൊടും, രാജ്യങ്ങളെ തൊടും. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, കർത്താവ് തൊട്ടാൽ സുനാമി നടക്കും. ഞാൻ വായിച്ച വാക്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെ, നദി പൊങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ പണ്ടേ ബൈബിളിൽ എഴുതി വെച്ചതാ. നമ്മൾ ഈ അടുത്തിടയ്ക്കായി ഇവിടെ സുനാമി എന്നൊക്കെ കേട്ടത്. പക്ഷേ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, മിസ്രൈമിലെ അതാ നീല നദി എന്ന് പറഞ്ഞാൽ നൈൽ നദി പൊങ്ങുകയും മിസ്രൈമിലെ നദി പോലെ താഴുകയും ചെയ്യും, പൊങ്ങുകയും താഴുകയും ചെയ്യും. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, വെള്ളത്തെ വിളിച്ച ഭൂതലത്തിൽ എന്ന് പറഞ്ഞ കടലിൽ കിടക്കുന്ന വെള്ളത്തെ എവിടെ കൊണ്ടുവരും? കരയ്ക്ക് കൊണ്ടുവരും. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവം തൊട്ടാൽ ദേശമിളകും. ഇനിയും പറയുന്ന വളരെ ശ്രദ്ധിച്ചോണം, പരിമിത വാക്കുകളിൽ അല്പം ധൃതിയിലുമായിരിക്കും പറയുന്നത്. ദൈവം ദേശത്തെ തൊട്ടാൽ അത്ഭുതമാ. കേരളത്തെ ദൈവം തൊടും, ഇന്ത്യ ദൈവം തൊടും, നമ്മുടെ നാടിനെ ദൈവം തൊടും. വടക്കൻ രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ നോക്കി, രണ്ടായി വിഭാഗിക്കപ്പെട്ട ദേശങ്ങളെ നോക്കി, യഹൂദയും ഇസ്രായേൽ എന്ന രാജ്യവുമായിട്ട് നിൽക്കുമ്പോൾ യഹൂദയാണ് വലിയത്. ഇസ്രായേലിന് വേണ്ടി അതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. ഇസ്രായേലാ വലിയത്. ഇസ്രായേലിന് വേണ്ടി ആമോസിലൂടെ അരുളപ്പാട് വെളിപ്പെടുന്നു. വെളിപ്പെട്ടപ്പോൾ പറഞ്ഞ ദേശത്തെ തൊടുന്നു. ഞാൻ കമ്പിവാചകം പോലെ ചില വാക്കുകൾ പറയുന്ന, കുറിച്ചെടുക്കേണ്ടവർക്ക് കുറിച്ചെടുക്കാം. എന്തുകൊണ്ടവൻ ദേശത്തെ തൊടും? എന്തുകൊണ്ട് ദേശത്തെ തൊടും? ഞാൻ പറഞ്ഞു പോകാം. 1, 2, 3 അധ്യായങ്ങൾ നാം പരിശോധിച്ചാൽ, 1-ാം അധ്യായം 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ ഇതര രാജ്യങ്ങൾക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വിളിച്ചു പറഞ്ഞെങ്കിൽ, അതിന്റെ 2-ാം അധ്യായം 4 മുതൽ 6-ന്റെ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞു. 7 മുതൽ 8, 9 ചാപ്റ്ററുകളിൽ പറഞ്ഞു ഭാവിയിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ടാ പറഞ്ഞ് ദൈവം ദേശത്തെ തൊടാൻ പോകുന്നു. ദൈവം ഇസ്രായേലിനെ തൊടാൻ പോകുന്ന ആ കാര്യം മാത്രം ഞാൻ പറയാം. ദേശത്തെ ചുറ്റുമുള്ള അനേക രാജ്യങ്ങൾ, 6ഓളം രാജ്യങ്ങളുടെ പേരുകൾ 1-ാം അധ്യായം 1 മുതൽ 2-ന്റെ 1 മുതൽ കൊടുത്തിട്ടുണ്ട്. അതായത് ദമ്മേശക്ക്, ഇന്നത്തെ സിറിയ, ഗസ, ഫെലിസ്ത്യ ദേശം, അതുപോലെ തന്നെ സോർ, ഫുനീഷ്യ, ഏദോം, അമ്മോന്യർ, മോവാബ്, ഈ രാജ്യങ്ങളെ കുറിച്ച് ആദ്യ അധ്യായങ്ങളിൽ പ്രവചിച്ചെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ 4 മുതലുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 6-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങളിലെ ചിന്തയും പ്രവചനവും ഇസ്രായേലിനോടുള്ളതാണ്. ഇനിയും ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ദൈവം ദേശത്തെ തൊടും? എന്തുകൊണ്ട് ദൈവം ദേശത്തെ തൊടും? വളരെ വേഗത്തിൽ പറയാം. 1, അത് ഈ ദേശത്തോടുള്ള ദൂതാണ്, കേരളത്തോടുള്ള ദൂതാണ്, രാജ്യങ്ങളോടുള്ള ദൂതാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, ആമോസ് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാനിങ്ങനെ ചേർത്ത് പറയാം. അവൻ ന്യായ പ്രമാണത്തെ നിരസിച്ചവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരുന്നു. 1, ദൈവം എന്തുകൊണ്ട് ദേശത്തെ തൊട്ട് ഉരുക്കി കളയുന്നു? ദേശത്ത് ഭൂകമ്പങ്ങൾ അയക്കാൻ പോകുന്നു, ദേശത്ത് സുനാമി വരാൻ പോകുന്നു. 1, ദേശത്തെ ദൈവത്തിന്റെ പ്രമാണത്തെയും ദൈവത്തിന്റെ ചട്ടങ്ങളെയും അവർ പ്രമാണിക്കാതിരുന്നു. അപ്പോൾ വചനം പ്രമാണിക്കാതിരുന്നാൽ എന്ത് ചെയ്യും ദൈവം? അടുത്തിരുന്ന ആളിനോടൊന്ന് പറഞ്ഞ്, ചിലരൊക്കെ മയങ്ങുന്നുണ്ട്, ഒന്ന് തൊട്ടിട്ട് പറഞ്ഞ്, വചനം പ്രമാണിക്കാതിരുന്നാൽ കർത്താവ് തൊടുമെന്ന് പറ. അടുത്തിരിക്കുന്ന ആളിനോട് പറ, വചനം പ്രമാണിക്കാതിരുന്നാൽ കർത്താവ് തൊടും. ഒന്നാമത് വചനം എല്ലാവരും കേട്ടെ, വചനം പ്രമാണിക്കാതിരുന്നാൽ കർത്താവ് തൊടും. ആമേൻ. നീ വിശദമാക്കണ്ടല്ലോ. 1, വചനം പ്രമാണിക്കാതിരുന്നാൽ കർത്താവ് തൊടും. 2-ാമത്തെ വിഷയം, 2-ാം അധ്യായം 6, 7 വാക്യങ്ങൾ. 2-ാം അധ്യായം 6, 7 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ കാണുന്നത്, നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കാൻ തന്നെ ശിക്ഷ മടക്കിക്കളയുകയില്ല. 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എളിയവരുടെ തലയിൽ മൺപൊടി കാണാൻ കാക്ഷിക്കെ സാധുക്കളുടെ വഴി. ശ്രദ്ധിച്ചോ, ഒരു ദൂത്. ദൈവം ദേശത്തെ എന്തുകൊണ്ട് തൊടും? 2-ാമത്തെ ചിന്ത, എന്തുകൊണ്ട് ദേശത്തെ തൊടും? സാധുക്കളുടെ വഴിയെ
മറിച്ച് കളയുന്നു. സാധുവിന്റെ തലയിൽ മണ്ണ് വാരിയിടാൻ നോക്കുന്നു. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയാ, ഒരു സാധുവിനെ അപമാനിക്കരുത്, ഒരു സാധുവിന് നേരെ വിരൽ ചൂണ്ടരുത്. സാധുക്കളെ അപമാനിച്ചാൽ പുറപ്പാട് 22 പറയുന്നത് പോലെ നീ വിധവയെയും അനാഥനെയും ക്ലേശിപ്പിക്കരുത്. ക്ലേശിപ്പിച്ചാൽ നിന്റെ ദൈവം ആക്ഷൻ എടുക്കും, പ്രവർത്തിക്കും. ഇവിടെ ഇസ്രായേലിനെ ദൈവം തൊടാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ദേശത്തെ തൊടുമെന്ന് പറയാനുള്ള കാര്യം എന്താ? ദേശത്തിലെ സാധുക്കളുടെ ന്യായം മറിച്ചു കളഞ്ഞു, അവരുടെ തലയിൽ മണ്ണ് വാരിയിടാൻ നോക്കി, സാധുക്കളുടെ വഴിയെ മറിച്ചു കളഞ്ഞു. മൂന്നാമത് എന്തുകൊണ്ട് ദേശത്തെ തൊടുമെന്നറിയാമോ? 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ തന്നെ എന്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുവാൻ തക്കവണ്ണം ഒരു പുരുഷന് അവന്റെ അപ്പനും ഒരേ യുവതി ഇവിടെ അടുക്കൽ ചെല്ലുന്നു. അവർ ഏത് ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ച് കിടന്നുറങ്ങുന്നു. പിഴയടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച്. മൂന്നാമത്തെ കാരണം, ദേശം വഷളത്തം നിറഞ്ഞു. എനിക്ക് വിശദമാക്കാൻ പറ്റാത്ത, അതെ, പബ്ലിക്കിൽ പറയാൻ മേലാത്ത കാര്യങ്ങൾ വചനം പറയുന്നു. ഒരേ വീട്ടിൽ തന്നെ അതിക്രമം നടക്കുന്നു. ഒരു പുരുഷൻ തന്നെ അതിക്രമം ചെയ്യുന്നു. അപ്പനും മോനും അതിക്രമം ചെയ്യുന്നു. തീർന്നില്ല. പള്ളിക്കകത്ത്, ആലയത്തിനകത്ത്, സ്വത്രം പറ, ദൂതേറ്റെടുത്തു. കർത്താവ് ദേശത്തെ തൊടും. ദേശത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പലർക്കും സ്റ്റേജ് കയറണമെങ്കിൽ പോലും അല്പം വിട്ടേച്ച് വേണം ശുശ്രൂഷകന്മാർക്കും കയറാൻ. പാട്ട് വരേണ്ടി. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരു സഹോദരിയുടെ സാക്ഷ്യം കേട്ടതാണ്. ഒരു സഹോദരിയുടെ സാക്ഷ്യം. ഒരാൾ പ്രാർത്ഥിക്കാനായി ചെന്നപ്പോൾ ഒരു പുരോഹിതൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്: എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കുഞ്ഞേ? ഒരു പ്രത്യേക വിഷയമുണ്ട്. എൻ്റെ ഭർത്താവ്. അത് ഏതാ? സ്റ്റേജിൽ കീബോർഡ് വായിച്ച് പാട്ട് പാടിക്കൊണ്ട് നിന്നയാള് എൻ്റെ ഭർത്താവാണ്. അയ്യോ, അതിനെന്താ? നല്ലതല്ലേ, കൊയർ ലീഡറല്ലേ, നന്നായി പാടത്തില്ലേ, ആത്മാവിൽ ആരാധിക്കത്തില്ലേ, സന്തോഷമല്ലേ? പുരോഹിതൻ പറഞ്ഞു. ഉടനെ ഇവള് പറഞ്ഞത് ഇങ്ങനാണ്: അച്ചോ, എൻ്റെ ഭർത്താവിൻ്റെ വേറൊരു മുഖമാ അത്. കൊയറിലുണ്ട്, ടീമിലുണ്ട്, എല്ലാം നല്ലതാണ്. പക്ഷെ എൻ്റെ ഭർത്താവിൻ്റെ വേറൊരു മുഖമാ. പോരാഞ്ഞിട്ട് സൺഡേ സ്കൂളും പഠിപ്പിക്കുന്നുണ്ട്, സൺഡേ സ്കൂൾ അധ്യാപകനുമാ. എന്നിട്ട് പറയുകയാണ്, വിദേശ രാജ്യത്താ, വെള്ളിയാഴ്ച ശുശ്രൂഷ. ഞാൻ സഭയുടെ പേര് പറയുന്നില്ല, അത് ആ സഭയെ അപമാനിക്കുന്നതല്ലേ. വെള്ളിയാഴ്ച ശുശ്രൂഷ കഴിയും. വീട്ടിൽ ചെന്ന് കൂട്ടുകാരെയും വിളിക്കും, ഒരുമിച്ചിരുന്ന് മദ്യപിക്കും. വീട്ടിൽ പലപ്പോഴും പറ്റത്തില്ലെന്ന് ഭാര്യ പറഞ്ഞു. പക്ഷേ ബഹളമായി. പിന്നെ കുടിച്ചിട്ട് വരും. പള്ളിയിലെ ആരാധന കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ബഹളം. ഇവരാ വന്ന് ശുശ്രൂഷയും ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദേശം വഷളത്വം നിറഞ്ഞു. ആലയത്തിനകത്ത് വരെ കുടി. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ, വിശദമായി മനസ്സിലാക്കിക്കോ. ആലയത്തിനകത്ത് കുടി. ദേശത്തനീതി. പ്രവാചകൻ പ്രവചിച്ചു, ദേശത്തെ തൊടാൻ പോവുകയാണ്. ദേശത്തെ തൊടാൻ പോവുകയാണ്. ഈ നാടിനെ ദൈവം തൊടാൻ പോവുക. ഈ നാടിനെ ദൈവം തൊടാൻ പോവുക. ദേശത്തെ ദൈവം തൊടാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ ചേർത്ത് പറയട്ടെ, ആമോസ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു ദേശത്തെ തൊടുമെന്ന്. എന്തുകൊണ്ട് ദേശത്തെ തൊടും? വഷളത്വം നിറഞ്ഞു. ചിന്തിക്കാൻ മേലാത്ത വിഷയം. BC 800 നടന്ന ഒരു സംഭവം വിളിച്ചു പറയുകയാണ്. 4-ാമത്തെ വാക്യം, ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ വാക്യം. ശ്രദ്ധിച്ചേ. തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവീൻ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുന്ന, അയ്യോ, ഭർത്താക്കന്മാരോടിപ്പോ പറയുകയാണ് കൊണ്ടുവരിക ഞങ്ങള്. ഇത് BC 800 നടന്ന സംഭവമാണിത്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് നടന്ന സംഭവമാണ്. ഇപ്പോൾ ആമോസ് പ്രവാചകൻ പ്രവചിച്ചത് ദേശത്തെ കർത്താവ് തൊടുന്നു.
എന്തുകൊണ്ട് ദേശത്തെ തൊടുമെന്നറിയാമോ? നാലാമത്തെ കാരണം, ദേശം വഷളത്വം നിറഞ്ഞു. സ്ത്രീകൾ പോലും പറയുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ കുടിക്കട്ടെ, ഞങ്ങൾ മദ്യപിക്കട്ടെ എന്ന്. ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, TV ചർച്ചയിൽ പോലും വന്നിരുന്ന സ്ത്രീകൾ വളരെ സന്തോഷത്തോടും മാന്യതയോടും പറയുന്നുണ്ട്, ഞങ്ങൾ ഇച്ചിരി അടിക്കും. ഈയിടെ ഒരു ചർച്ചയിൽ ഒരു സ്ത്രീ പറയുന്നത് കേട്ട് ഞെട്ടിപ്പോയി. അതിങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് വീര്യം കുറഞ്ഞത് വേണ്ട. ഇവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സർക്കാരും മറ്റുള്ളവരുമായിട്ട്. വീര്യം കുറഞ്ഞത് വേണോ, കുറഞ്ഞതിന് നികുതി കുറയ്ക്കണോ? ഞാനൊരു കാര്യം പറയാം, സർക്കാരിനോട് തന്നെ പറയാം, വീര്യം കുറഞ്ഞത് കൊടുക്കുന്നത് അപകടമാണ്. അത് നശിക്കാനുള്ള ആദ്യത്തെ പടിയാണ്. ഒരു സഹോദരി ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനാണ്: എന്തിനാ വീര്യം കുറഞ്ഞത് കൊടുത്തേച്ച് ഒത്തിരി ഇങ്ങനെ അടിക്കുന്നതെന്ന്, ഒത്തിരി കുടിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് വീര്യം ഉള്ളതാണേൽ കുറച്ച് മതിയെന്നൊരു സഹോദരി ഒരു ചാനലിൽ കേരളത്തിൽ പറഞ്ഞതാണ് 2 ആഴ്ച മുമ്പ്. നിങ്ങളിൽ ചിലർ കേട്ട് കാണും. പ്രിയരെ, ലോകം വഷളത്വമായി. സർക്കാർ അത് ചെയ്താൽ അത് ആദ്യത്തെ ചൂണ്ടുപലകയാണ്, നാശത്തിലേക്കുള്ള പലകയാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, വീര്യം കുറഞ്ഞത് കുടിക്കുന്നവൻ എന്ത് ചെയ്യും? അത് കുടിച്ച് വീര്യം കൂടിയതിലേക്ക് പോകും. അതുകൊണ്ട് പിന്മാറുന്നതാണ് അല്ലെങ്കിൽ അപകടമാണ്. പിന്മാറുന്നതല്ലെങ്കിൽ അപകടമാണ്. ആമോസ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സ്ത്രീകൾ പറയുന്നു കൊണ്ടുവാ, ഞങ്ങൾ കുടിക്കട്ടെ എന്ന്. പക്ഷേ 9-ാം അധ്യായത്തിൽ ആമോസ് പ്രവാചകൻ പറഞ്ഞത്, ദേശം വഷളത്വമായപ്പോൾ വചനം പറയുന്നു, ദേശത്തെ ദൈവം തൊടുന്നു, അത് ഉരുകിപ്പോകുന്നു. കർത്താവ് തൊടും, കേരളത്തെ ദൈവം തൊടും. ഈ കുടിക്ക് മാറ്റം വരുത്തൂ. കേരളത്തെ ദൈവം സന്ദർശിക്കൂ, രാജ്യങ്ങളെ ദൈവം സന്ദർശിക്കൂ. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എന്താ ഒരു വല്ലായ്മ? വീര്യം കുറഞ്ഞത് വേണോ? ഇരിപ്പ് കണ്ടിട്ട് വീര്യം കുറഞ്ഞത് വേണമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നത്, ഒരു സ്തോത്രം പോലും വരുന്നില്ലല്ലോ. വീര്യം കുറഞ്ഞത് വേണോ? മുഖ്യമന്ത്രിയുടെ ചെന്ന് പറ, വീര്യം കുറഞ്ഞത് വേണമെന്ന്. ഇങ്ങനെ ധൃതി പിടിച്ചു നിൽക്കുക, വീര്യം കുറഞ്ഞത്. പക്ഷെ ഞാൻ പറയാം, കുറഞ്ഞതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അവിടെ ഒന്ന് എന്ത് ചെയ്തോളും? ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ? പക്ഷെ ഒരു ദൂത്, എൻ്റെ വിഷയം ഇതാണ്. ആമോസ് പ്രവചിച്ചു, സ്ത്രീകൾ ഉൾപ്പെടെ എന്താണെന്നറിയാമോ കൊണ്ടുവരാനാ പറയുന്നത്. പക്ഷെ ദേശത്തെ കർത്താവ് തൊടും, അത് ഉരുകിപ്പോകും. ചില തൊടിയിലുകൾ ഞാൻ കുടുംബങ്ങളെ നോക്കി പറയാ, ഏതെങ്കിലും കുടുംബങ്ങളിൽ മദ്യാസക്തികളിലോ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ ലോക ഇമ്പങ്ങളിലോ ജീവിക്കണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാ, ദൈവം തൊടുന്ന ദൈവമാണ്. തൊട്ടാൽ ഉരുകിപ്പോകും, പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. ദേശമേ, ദേശത്തെ തൊട്ടാൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. വലിയ സുനാമി വരാൻ പോകുന്നു. ഈ പാപത്തിന് പരിഹാരമരുത്ത് സുനാമി അയക്കാൻ പോകുന്നു. അതാ പ്രവാചകൻ പ്രവചിച്ചത്. ഭൂമിയിലെ വെള്ളം, സമുദ്രത്തിലെ വെള്ളം ഭൂതലത്തിലെത്തിക്കും. ഭൂമിക്കടിയിലും കടലിനടിയിലും ഭൂകമ്പം ഉണ്ടാകും. അനാശ്വാസം പെരുകുമ്പോൾ, മദ്യപാനം പെരുകുമ്പോൾ, ആലയത്തിൽ വെച്ച് കുടി തുടങ്ങുമ്പോൾ, പ്രമാണം ഉപേക്ഷിക്കുമ്പോൾ ദൈവം തൊടാതിരിക്കത്തില്ല. ദൈവം തൊടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തൊട്ടാൽ ഉരുകിപ്പോകും, പ്രതിസന്ധികൾ ഉരുകി മാറും. ഞാൻ 2 വാക്കുകൾ പറഞ്ഞു നിർത്താം. സന്തോഷമാണെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. കർത്താവ് എന്തുകൊണ്ടാ തൊടണമെന്ന് പറയുന്നത്? 5-ാം അധ്യായം എന്നെടുത്ത് 5-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. ന്യായം വെള്ളം പോലെയും കവിഞ്ഞൊഴുകട്ടെ എന്ന് പറഞ്ഞാൽ ന്യായമില്ല, നീതിയില്ല. അടുത്ത വചനത്തിൽ പറഞ്ഞവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, അവർ ദൈവത്തിങ്കൽ അകന്നുപോയി. ഇനിയും 5-ാം അധ്യായം 11-12 വാക്യങ്ങളൊന്ന് വായിക്കണം. 5-ന്റെ 11-12 വാക്യങ്ങൾ.
ആ നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം ഇങ്ങനെയാണ്. 5-ാം അധ്യായം 11-12 വാക്യങ്ങളിലെ ആശയം നിങ്ങൾ ശ്രദ്ധിച്ചോ. 12 കൊടുത്തിരിക്കുന്ന നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ഗോപുരത്തിങ്കൽ ദരിദ്രന്മാരെ ന്യായം മറിച്ചുകളെയും ചെയ്യുന്നവരെ. അപ്പൊ എന്തായി? കൈക്കൂലിയും കോഴയും പണ്ടേ ഉണ്ട്, ഇന്ന് തുടങ്ങിയതല്ല. ഇന്ന് എന്തേലും കാര്യം സാധിക്കണേ എന്തോ വേണം? കൈക്കൂലിയും കോഴയും വേണം. നിലപാടുകൾ മാറുകയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു നിലപാട്. അനീതി, അനീതി. ഞാനൊരു വാക്യം കൂടെ വായിച്ചു കേൾപ്പിക്കാം. 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നിട്ട് പറയണം ഞാൻ പറയുന്നത് ശരിയാണോ എന്ന്. 6-ന്റെ 12-ാമത്തെ വാക്യം. നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിബലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, എന്താ വാക്യത്തിന്റെ അർത്ഥമെന്നറിയാമോ? നീതിയെ കാഞ്ഞിരമാക്കി, കയ്പാക്കി, പിന്നെ ന്യായത്തെ നഞ്ചാക്കി. നഞ്ചെന്ന് പറഞ്ഞ എന്താ? നഞ്ച്. ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ ഇച്ചിരി നന്നായിട്ട് അറിയാം. എന്താന്ന് ചോദിച്ചാൽ, വെള്ളത്തിൽ എന്ത് ചെയ്യുന്നറിയാമോ? ഇത് കലക്കി മീനെ പിടിക്കുന്ന പരിപാടിയുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, അത് വിഷമ. ന്യായവും നീതിയും വിഷം കലർത്തി. ഞാൻ അങ്ങനെ പറയുക. ഇതൊക്കെ തന്നെയല്ലേ സഭയ്ക്കകത്ത് നടക്കുന്നത്? ഇതിനൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? അധികാരത്തിന് ഓട്ടമാ. ഞാൻ ബാക്കി പറയുന്നില്ല. അധികാരത്തിന് മത്സരമാ. സഭയെ ഇത് ആപത്താ, സഭയെ ഇത് ലജ്ജയാ. ദൈവം തൊടും. അധികാര കൊതിയന്മാരെ, നിങ്ങളെ ദൈവം തൊടാൻ സമയമായി. ദൈവം തൊടാൻ സമയമായി. പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ദൈവം തൊടുന്നു. ദൈവം ഭൂമിയെ തൊടുന്നു. കൈക്കൂലിയും കോഴയും എന്തിന്? നല്ല സഭ വേണേ പോലും കൈക്കൂലിയും കോഴയും വേണമെന്ന ചിലര് പറഞ്ഞിട്ടുള്ളൂ. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ കൈക്കൂലിയും കോഴയും നിറഞ്ഞു, കാഞ്ഞിരമായെന്ന്, നഞ്ചായെന്ന് പ്രവാചകൻ പ്രവചിച്ചു, ഞാൻ ദേശത്തെ തൊടാൻ പോകുന്നെന്ന്. ഇനി 8-ാം അധ്യായം 4-5 വാക്യങ്ങളൂടെ വായിച്ച് ഈ ദൂതിന് സമാപനം കുറിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചേ, കള്ളത്തുലാസ് കൊണ്ട് വഞ്ചന പ്രവർത്തിച്ച് കോതമ്പിന്റെ പതിർ വിൽക്കേണ്ടതിനും അയ്യോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശദമാക്കാൻ കഴിയുന്നില്ല. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ധാന്യം വ്യാപാരം ചെയ്യുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്ന എന്താണെന്നറിയാമോ? ശബത്ത് എങ്ങനെയാലും കഴിഞ്ഞു പോകും. വഞ്ചന പറഞ്ഞിട്ട് പറയുകയാണ്, ഗോതമ്പ് നാം പറഞ്ഞ കൊടുക്കുന്ന എന്താ? ഗോതമ്പിന്റെ പതിര്. പതിരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കോഴിക്ക് പോലും ഇഷ്ടപ്പെടില്ലാത്തൊരു സാധനം. ഹലോ, എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? അനീതി നിറഞ്ഞു, കള്ള കച്ചവടം. ഇത് ആമോസ് വിളിച്ചു പറയാനൊരു കാര്യമുണ്ട്. കള്ള തുലാസ്. ആമോസ് പറയുന്നതിനൊരു കാര്യമുണ്ട്. താൻ കാട്ടത്തിപ്പഴം പെറുക്കി നടന്ന അനുഭവമുണ്ട്. അതുകൊണ്ട് ഈ കച്ചവടം ചെയ്ത പരിചയമുണ്ട്, സൊസൈറ്റിയായിട്ട് പരിചയമുണ്ട്, താൻ ദേശവുമായിട്ട് ബന്ധമുണ്ട്. തൻ്റെ അനുഭവത്തിൽ നിന്നാ പറഞ്ഞ് ദേശത്തിപ്പം കച്ചവടം നടത്തുന്നത് എങ്ങനെയാ? ഞാൻ ഇതൂടെ ചേർത്ത്, കള്ള കച്ചവടം നടത്തുന്നവരെ ദേശത്ത് എന്ത് ചെയ്യും? തൊടും. പിൻ ഡ്രോപ്പ് സൈലന്റാ. വിശ്വസ്തയോടെ കച്ചവടം ചെയ്യണം. വ്യാപാരം ചെയ്യുന്ന വിശ്വസ്തയോടെ ചെയ്യണം. പതിര് വിറ്റേച്ച് നല്ല ഗോതമ്പാനും പറഞ്ഞ് കൊടുത്താൽ ദൈവം തൊടും, ദേശത്തെ തൊടും. എന്താ ആമേൻ പറയാത്തേ? ദൈവം ദേശത്തെ തൊടുമെന്നേ. കള്ളത്തുലാസുകൾ മാറ്റിക്കള. ദൈവത്തിന്റെ തൊടിയിൽ മുമ്പ് മടങ്ങിവോ. യേശു കർത്താവിന്റെ നാമത്തിൽ. പതിര് വിറ്റിട്ട് ആദായമുണ്ടാക്കുവാൻ. എന്നിട്ട് പറയുകയാണ്, അയ്യോ ശബത്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു. ചിലരങ്ങനെ ഞായറാഴ്ച വരത്തില്ല. ഞാൻ ഏതായാലും ഇന്ന് 2 മിനിറ്റ് താമസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നുള്ളൂ. 9-ാം അധ്യായം ഒന്നെടുത്തേ. 9-ാമത്തെ അധ്യായത്തില്
അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ യാഗപീഠത്തിൻ്റെ മീതെ ദൈവം നിൽക്കുന്നു. യാഗപീഠത്തിൻ്റെ മീതെ ദൈവം നിന്നുകൊണ്ട് ദൈവം പറഞ്ഞിരിക്കുന്നൊരു ദൂതുണ്ട്. ഓക്കെ, ദൈവം യാഗപീഠത്തിന് മുമ്പിൽ നിൽക്കുന്നു. അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. 5-ാമത്തെ അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ പരിമിത സമയങ്ങളിൽ ഓർപ്പിക്കാനുണ്ട്. 21-ാമത്തെ വാക്യം, നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ, ഒന്ന് പറഞ്ഞേ, സഭായോഗങ്ങളിൽ എന്നത്തെ കാര്യമാ? ആമോസ് പ്രവാചകന്റെ കാലത്ത്. എന്നിട്ട് പറയുകയാണ് 23, നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണാനാദം ഞാൻ കേൾക്കയില്ല, ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ. 22-ാം വാക്യം, എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും കരമുയർത്തി ദൈവത്തെ സ്തുതിക്കെ. കണ്ടീഷൻ എങ്ങനായി? സഭേ, ദേശമേ, രാജ്യമേ, കണ്ടീഷൻ എങ്ങനായി? ദൈവം യാഗപീഠത്തിന്റെ മേളിൽ കയറി നിൽക്കുന്നു, ഇപ്പോൾ ദർശിക്കുന്നു. എന്തായി? കാര്യമെന്തായി? സഭായോഗത്തിലൊന്നും ട്രംപറ്റുണ്ട്, ക്ലാനറ്റുണ്ട്, പിന്നെന്തുവാ, ഗിറ്റാറുണ്ട്, എല്ലാ സംഗതികളുമുണ്ട്. പക്ഷേ നിന്റെ ആരാധനയിലൊന്നും നീ തടിപ്പിച്ച കാളക്കുട്ടിയെ അർപ്പിക്കുന്നുണ്ടായിരിക്കുക. നിന്റെ സഭായോഗങ്ങളിൽ പ്രസാദിക്കത്തില്ല. പ്രസാദിക്കാതിരിക്കുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? ദേശത്തെ അതുകൊണ്ട് ഞാൻ പറയാം, സഭായോഗമൊന്നും കാരണം കൂടാതെ മുടക്കരുത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും, ഏതച്ഛനാണേലും ഏതമ്മാമയാണേലും സഭായോഗങ്ങളെ അലക്ഷ്യമായി മുടക്കുന്നത് അപകടമാണ്. ആരാധന മുടക്കി കല്യാണത്തിന് പോകുന്നത് അപകടമാണ്. അന്നത്തെ കല്യാണം മാറ്റിവെക്ക്. ഞാൻ പോകത്തില്ലെന്ന് പറയണം. ഞായറാഴ്ചയാണോ? ഞാൻ വൈകിട്ട് അങ്ങോട്ടൊന്ന് വരാം, അല്ലെ ശനിയാഴ്ച വൈകിട്ട് ഞാൻ വരാം. ഇതാ യഥാർത്ഥ വിശ്വാസി പറയേണ്ടത്. നിനക്ക് വേണ്ടി കല്യാണ ദിവസം അവർ മാറ്റിവെക്കും. അല്ലാതെ എങ്ങനെയും കല്യാണം, അതായത് ആമോസിന്റെ പ്രവചനത്തിലെ വിഷയം, എങ്ങനെയും ആരേലും ഒന്നും വിളിച്ചിരുന്നെങ്കിൽ സഭായോഗം മുടക്കി അങ്ങ്, അമ്മാമേ ശരിയാകത്തില്ല, അച്ഛാ ശരിയാകത്തില്ലെന്നേ. ദൂതിന്റെ സമാപനം ആമോസ് 4:12, ദൈവം ദേശത്തെ തൊടാൻ പോകുന്നു. ആമോസ് 4:12 എന്താ പറഞ്ഞിരിക്കുന്നറിയാമോ? ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഇനി ഒറ്റ കാര്യം പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് നിർത്തുക. കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. സോദരം, ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നു. ഏത് വഷളത്വം, അനീതി, നീതി കാഞ്ഞിരം പോലെ സഭയ്ക്കകത്തെന്തായി? മത്സരമായി. സഭായോഗത്തിൽ പ്രസാദമില്ലാതായി. സ്ത്രീകളെ ഉൾപ്പെടെ എന്തായി? അടുത്ത കേരളത്തിന്റെ ഏറ്റവും വലിയ നാശം സംഭവിക്കാൻ പോകുന്നത് സ്ത്രീകൾ മദ്യപിക്കുന്നവരായിട്ട് മാറാൻ പോവുകയാണ്. അതിനുള്ള പ്രോത്സാഹനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ആദ്യത്തെ പടിയ വീര്യം കുറഞ്ഞ മദ്യവും. കേരളം നാശത്തിലേക്ക് പോകാൻ പോകുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇന്ന് റോഡ് അപകടങ്ങൾ മദ്യപിച്ചുണ്ടാക്കുന്ന സ്ത്രീകളാണ്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? എത്രയെത്ര വാർത്തകളാണ് വരുന്നത്. കേരളം അപകടത്തിലേക്ക് വരാൻ പോകുന്നു. ദേശത്തെ ദൈവം തൊടാൻ പോകുന്നു. ദൈവം ദേശത്തെ സന്ദർശിക്കാൻ പോകുന്നു. ഉരുകി പോകുന്നതിന് മുൻപേ, ദൈവം തൊടുന്നതിന് മുമ്പേ മടങ്ങി വാ. മാനസാന്തരപ്പെടേ. ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. Prepare to meet your Lord Almighty. Prepare to meet the Lord. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ എന്ത് ചെയ്യണം? ഒരുങ്ങിയോ? സഭ ഒരുങ്ങിയോ? ദൈവം ദേശത്തെ തൊടാൻ പോകുന്നു. ദൈവം നാടിനെ തൊടാൻ പോകുന്നു. ദൈവം രാജ്യങ്ങളെ തൊടാൻ പോകുന്നു. നീ ഒരുങ്ങിയോ? നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയോ? ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയോ? കാഹളം കേൾപ്പാൻ പോകുന്നു. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയോ? ഒരു പാവപ്പെട്ട കൂട്ടം ഈ പുത്തൂരിലുണ്ട്.
ഒരു ചെറിയ ശേഷിപ്പ് ഇവിടെയുണ്ട്. അവരെ ഇന്നിവിടെ ആയിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിയോ? ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇത് സൗപാസ്റ്ററിന്റെ ദൂതല്ല, ആമോസ് പ്രവാചകന്റെയും ദൂതല്ല. ഇത് നിന്നോട് ചെയ്യാനിരിക്കുന്നത് കൊണ്ട് ചങ്കുപൊട്ടി വിളിച്ചു പറയുന്നു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ക്ലീനാക, ശുദ്ധമാക, മടങ്ങിവാ, തിരിച്ചുവാ, തിരിച്ചുവാ. ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങും. നിന്റെ ദൈവത്തിന്റെ വരവാസന്നമായി, കർത്താവിന്റെ വരവാസന്നമായി. സമാപന വാക്ക് പ്രസംഗിച്ചോട്ടെ. ഇനി ഇതൂടെ പറയണം. തിരുമേശയുണ്ടല്ലോ, ലൂക്കോസ് 24:39 വാക്യം. എൻ്റെ യേശു തൊടുന്നവനാണെങ്കിൽ, എൻ്റെ യേശു തൊടുന്ന ദൈവമാണെങ്കിൽ, എൻ്റെ കർത്താവ് വിഷമിച്ചും കലങ്ങിയിരുന്നവരോട് പറഞ്ഞൊരു ചിന്ത അതിങ്ങനാണ്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 38-39 വാക്യങ്ങൾ. നിങ്ങൾ കലങ്ങുന്നത് എന്ത്? മതി, എല്ലാവരും ഒന്ന് പറഞ്ഞേ. കലങ്ങുന്നത് എന്ത്? സംശയം പൊങ്ങുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? കർത്താവ് തൊടുമെന്ന് സംശയമുണ്ടോ? നിങ്ങൾ കലങ്ങുന്നത് എന്ത്? സംശയം പൊങ്ങുന്നത് എന്ത്? കർത്താവിന് പറയാനൊരു ദൂതുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ തന്നെയാകുന്നു എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ. അടുത്തത്, എന്നെ തൊട്ടു നോക്കുവീൻ. നമ്മുടെ ചിന്ത എന്തായിരുന്നു? കർത്താവ് തൊടുന്നു. ഇപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ തൊടണ്ട, നിങ്ങളൊന്ന് തൊട്ടാ മതി, വിടുതല. ആ മുറിവ് ഒരു തൊടിയിൽ അടയാളമായിട്ട് നിൽക്കുകയാണ്. എത്ര പേര് തൊടാൻ തയ്യാറാകുന്നു? ഓ, കാരിനും വാണികൾ അടിച്ചിറക്കിയപ്പോ, അതെ, പടയാളികൾ കൈകൾ രണ്ട് വശങ്ങളിലേക്ക് വെച്ച് ആണികൾ അടിച്ചിറക്കി, കാലുകൾ ചേർത്ത് വെച്ച് ആണികൾ അടിച്ചിറക്കി, 3 ആണിമേൽ ഗോൽഗൊത്ത മുലമകളിൽ എൻ്റെ യേശുവിനെ തകർത്തു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇങ്ങനെ പറയുന്നു, നീ ഭാരപ്പെടണം. നീ എന്തിനാ കലകുന്നേ കുഞ്ഞ്? നീ എന്തിനാ കലകുന്നേ? ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയുന്നു, ഒരു ദൂത് ഞാൻ പറയുന്നു മോളോട്. അമ്മ, നീ എന്തിനാ കലങ്ങുന്നത്? നീ ആണിപ്പാടിലേക്ക് നോക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നീ ആണിപ്പാടിലേക്ക് നോക്ക്, ആണിപ്പാടിലേക്ക് നോക്ക്. യേശുവിൻ്റെ നാമത്തിൽ നീ കലങ്ങുന്ന എന്തിനാണ്? ആണിപ്പാടിലേക്ക് നോക്ക്. കർത്താവിനെ തൊടാൻ ആത്മാവ് പറയുന്നു. കർത്താവിനെ തൊട്, കർത്താവിനെ തൊട്, കർത്താവിനെ തൊട്. നിന്റെ ഹൃദയത്തിന്റെ കലകളെ തൊടട്ടെ, ആ മുറിവുകളെ തൊടട്ടെ, ആ മുറിവുകളെ തൊടട്ടെ. തൊട്ടൊരു സൗഖ്യം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കരമുയർത്തി പിടിച്ച്, എനിക്ക് തൊടണം, എനിക്ക് യേശുവിനെ തൊടണം. ഓ, എൻ്റെ യേശുവിനെ എനിക്ക് തൊടണം. ആ മുറിവിൽ തൊടണം. ആ കാൽവറിയെ നോക്കി, ആ മുറിവിനെ നോക്കി. യേശു പറഞ്ഞു, നീ കലങ്ങണ്ട സിസ്റ്ററെ, കലങ്ങണ്ടാന്നേ. അച്ഛാ, കലങ്ങണ്ട, കലങ്ങണ്ട. ദാനിയേലിനോട് പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ബലപ്പെട്ടിരിക്കുക, ബലപ്പെട്ടിരിക്കുക. നിങ്ങൾ കലങ്ങണ്ടാന്നേ. കരമുയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാ ഭാരങ്ങളും മാറട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ ദേശത്തെ തൊടും, അത് ഉരുകും. എന്നെ യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിന് പറയാനുള്ളത്, ഞാൻ ദേശത്തെ തൊടുക മാത്രമല്ല, നിങ്ങൾക്ക് എന്നെ തൊടാം. ആ മുറിവിലൊന്ന് തൊടാമോ? വിശ്വാസത്താൽ ആ കയ്യിലെയും കാലിലെയും മുറിവിലൊന്ന് തൊടാമോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വാസമാകും. കലക്കുന്ന അനുഭവങ്ങൾ മാറും, ക്ഷീണിക്കുന്ന അനുഭവങ്ങൾ മാറും. കർത്താവ് അത്ഭുതം ചെയ്യും, കർത്താവ് അത്ഭുതം ചെയ്യും. ആ മുറിവിനെ ഒന്ന് തൊട്ടേ, ആ മുറിവിനെ ഒന്ന് തൊട്ടേ, ആ മുറിവിനെ ഒന്ന് തൊട്ടേ. കാൽവറി ഒന്ന് നോക്കിക്കേ, കാൽവറി ഒന്ന് നോക്കിക്കേ. കർത്താവ് തൊടുന്നു. രോഗികൾക്ക് സൗഖ്യമാകട്ടെ യേശു കർത്താവിന്റെ നാമത്തിൽ. വഴികൾ അടഞ്ഞവർക്ക് കർത്താവ് തൊട്ട് സുഖമാകട്ടെ. ആ മുറിവിനെ തൊടുമ്പോൾ ശരീരം മുഴുവൻ വിടുതലാകട്ടെ. ആ മുറിവിനെ തൊടുമ്പോൾ ശരീരത്തിൽ മുഴുവൻ വിടുതലാകട്ടെ. അസ്ഥികളിൽ വിടുതലാകട്ടെ, ശരീരത്തിന് വിടുതലാകട്ടെ, ആന്തരിക അവയവങ്ങളിൽ വിടുതലാകട്ടെ. കർത്താവ് പറയുന്നു, നിങ്ങൾ കലങ്ങണ്ട, എന്നെ തൊടേ, എന്നെ തൊട്. കൈനീട്ടി തൊട് പ്രിയപ്പെട്ടവര്, കൈനീട്ടി തൊട്, കൈനീട്ടി തൊട്, കൈനീട്ടി തൊട്. യേശുവിനെ തൊട്, യേശുവിനെ തൊട്ട്, യേശുവിനെ തൊട്ട്. അത് സൗഖ്യമാണ്. രക്തസ്രാവം 12 വർഷത്തേത് യേശുവിനെ തൊട്ടപ്പോ ശക്തി അവങ്കിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ ഈ ആലയത്തിൽ യേശു നിങ്ങളോട് ചോദിക്കുന്നു, എന്നെ തൊട്ടതാര്, എന്നെ തൊട്ടതാരെന്ന് ചോദിക്കത്തക്കുന്നില്ലേ? ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതം സംഭവിക്കട്ടെ. തൊട്, തൊട്, കർത്താവിനെ തൊടട്ടെ. കർത്താവ് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. ആ മുറിവ് കാണിച്ചിട്ട് ചോദിക്കുന്നു, തൊടാമോ, തൊടാമോ? തൊടാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്?
ഒന്ന് കരമുയർത്താമോ? ഞാൻ തൊടാം. യേശുവിനോട് പറ, എനിക്ക് തൊടണം, എനിക്ക് തൊടണം. ആ മുറിവിൽ എനിക്ക് തൊടണം. എനിക്ക് സൗഖ്യം വേണം, എനിക്ക് വിടുതൽ വേണം, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ വേണം. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. യേശുവിനെ